ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ പിള്ളേരില്ല. ഇന്നൊരു വ്ളോഗാണ്. പാത്തൂട്ടിയുടെ സ്കൂളിൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ല, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോൾ അവിടെ ഇന്ന് കുട്ടികളിലെ അമിത മൊബൈൽ ഉപയോഗത്തിനെ കുറിച്ചൊരു സെമിനാർ നടക്കുന്നുണ്ട്. അപ്പം അതിൽ എല്ലാ രക്ഷകർത്താക്കളും പങ്കെടുക്കണം. ഞാൻ VIP ആണ്, എന്നെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല കേട്ടോ, ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അവിടെ എത്താറുണ്ട്. അപ്പോൾ അവിടെ ആ സ്കൂളിൽ എന്നെ അറിഞ്ഞുകൂടാത്ത ഒരു ടീച്ചേഴ്സും ഇല്ല, സ്റ്റാഫും ഇല്ല. എല്ലാവർക്കും എന്നെ അറിയാം. HM ഉൾപ്പെടെ എന്നെ വലിയ കാര്യമാണ്. എൻ്റെ പാത്തൂട്ടി അവിടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പ്രത്യേക ക്ഷണം എന്താണെന്നറിയാമല്ലോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ വ്ളോഗ്. വൈകുന്നേരം വരെ ഉണ്ട്. ഉച്ചഭക്ഷണമൊക്കെ അവിടെ നിന്ന് തന്നെയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയിപ്പോയി, എന്നെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇവിടുന്ന് ഡയലോഗ് അടിക്കാൻ സമയമില്ല. അപ്പോൾ ബാക്കി പോകുന്ന വഴിക്ക് നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇനി കുറച്ചുകൂടെ ലേറ്റാവും അവിടെ എത്തുമ്പോൾ. അപ്പം ബാക്കി പോകുന്ന വഴിക്ക് അങ്ങനെ നടന്ന് പുട്ടിയൊക്കെ ഒലിച്ച് ഏകദേശം ഞാൻ സ്കൂളെത്താറായി. ഇപ്പം ഞാൻ മാടമ്പളയിൽ ആ തോട്ട് വരമ്പിൻ്റെ അടുത്തോടുള്ള സ്ഥലത്തൂടെയൊക്കെ അങ്ങനെ പോവുകയാണ്. ഇവിടേക്ക് എത്തുമ്പോഴാണ് ഒരു ആശ്വാസം. കാര്യം ഇവിടേക്ക് എത്തുമ്പം വിയർക്കില്ല, തണലുണ്ട്. അപ്പം സ്കൂളിൽ നിന്ന് 2 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര അനുസരണയാണ് എനിക്ക്. 9:30 എത്താൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ 10:45. എൻ്റെ അടുത്ത് 12:30 വരാൻ പറയണമെങ്കിൽ ഞാൻ 2:30 അവിടെ എത്തും. അത്രയ്ക്ക് പഞ്ചായത്തിയാണ്, എന്നെ കൊണ്ട് അത്രയ്ക്ക് പറ്റൂ. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ കോവിഡ് കാരണം ഇന്ത്യക്കാരെ വെച്ചു. അതിലൊരു കാരണം മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്ന ഈ ഒരു വിഷയം അത്ര ചെറുതല്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറയാം. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഓക്കെ, നമ്മൾ എന്താ പിന്നെ മൊബൈൽ ഫോൺ പഠിച്ചിട്ട് എന്ന കാര്യം എല്ലാം അറിയാക്കാം എന്ന് അല്ലേ? ഇന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ മൊബൈൽ ഫോണിന്റെ മാസ്റ്ററായിട്ട് തിരിച്ചു പോകും എന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ആണെങ്കിൽ ദയവ് ചെയ്ത് നടക്കില്ല. ഈ ക്ലാസ് എടുക്കുന്ന സാറിൻ്റെ പേരാണ് അരുൺ എന്ന്. അപ്പം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗമല്ല, മൊബൈൽ ഫോൺ നമുക്ക് എങ്ങനെ ദുരുപയോഗം ചെയ്യാതെ, അതായത് ചില ആപ്പുകളിലൊക്കെ കയറാൻ, ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യാനും ഫേസ്ബുക്ക് പോലുള്ള ആപ്പുകളിലൊക്കെ കയറാൻ പേടിയുള്ള ആൾക്കാരുണ്ടല്ലോ, അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞൂടാത്ത, അതായത് നമ്മൾ കൈകാര്യം ചെയ്താൽ എന്തെങ്കിലും ആപ്പിൽ ചെന്ന് പെടുവോ എന്നൊക്കെ പേടിയുള്ള. അപ്പോൾ നമ്മുടെ ഫോൺ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കാം, അപ്പോൾ ഏതൊക്കെ ആപ്പുകൾ നമുക്കറിയാം, അങ്ങനെയുള്ളൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ബിസിനസ് ചെയ്യണം അതിനെയൊക്കെ കുറിച്ചുള്ളതായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞ വർഷത്തെ എൻ്റെ മോളുടെ ക്ലാസ് ടീച്ചറാണ് അനീസ ടീച്ചർ, എൻ്റെ സയൻസ് ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചറിനോട് ഞാൻ പറഞ്ഞു, ടീച്ചർ പരിപ്പോടെ എന്തൊന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നു, ഇത് യൂട്യൂബിൽ വരുന്നുണ്ട്. അടുത്തത് നമുക്കൊരു ഇൻട്രാക്റ്റീവ് സെഷൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഓരോരുത്തരടുത്തും അവിടെ ഇരുന്ന് എല്ലാവരോടും ചോദിച്ചു. അപ്പം കുറേ പേര് ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നുണ്ട്, ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ അവർ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബറാണ്, 60,000 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ മുതൽ എൻ്റെ പേര് ഇൻഫ്ലുവൻസർ എന്നായി, എന്നെ ഇൻഫ്ലുവൻസർ എന്ന് വിളിച്ചു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആ വിളി കേട്ടപ്പോൾ എനിക്കൊരു കുളിര്, ഒരു സന്തോഷം. അപ്പം എൻ്റെ സ്കൂളിൽ എൻ്റെ മോളും എൻ്റെ പാത്തുവും ഞാനും ഭയങ്കര താരങ്ങളാണ് കേട്ടോ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിനൊക്കെ ഭയങ്കര സപ്പോർട്ടും ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം നല്ലൊരു സെഷനായിരുന്നു. ഇപ്പോൾ സംസാരിക്കുന്നത് സാജിദ ടീച്ചറാണ്, അതിൻ്റെ അടുത്തിരിക്കുന്നത് യമുന ടീച്ചറാണ്. അപ്പോൾ ഓരോരുത്തരോടും ഈ സാർ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഫോണിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടായിരുന്നു. ജസ്റ്റ് കോൾ ചെയ്യാൻ മാത്രം അറിയാമെന്നുള്ള ആളുകൾ മുതൽ ടെക്നോളജി വളരെ വലിയ രീതിയിൽ ഉപയോഗിച്ച് ഷെയർ മാർക്കറ്റിംഗ് വരെ ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും നല്ല രീതിയിൽ സാറിങ്ങനെ പറഞ്ഞു, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അപ്പം ഇങ്ങനെ തരം തിരിച്ചിട്ട്, അതായത് ഫോൺ നല്ല രീതിയിൽ എല്ലാ ആപ്പുകളും ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരെ എല്ലാം വെച്ചിട്ട് ഒരു ഗ്രൂപ്പും, ഒട്ടും അറിഞ്ഞൂടാത്ത ആൾക്കാരെ സെഷൻ തിരിച്ച് 2 ഗ്രൂപ്പാക്കിയിട്ട് അറിയാവുന്നവർ അറിഞ്ഞൂടാത്തവരെടുത്ത് അവർക്ക് നമ്മൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഞ്ച് ടൈമായി, എല്ലാവർക്കും വിശന്നു. അപ്പോൾ ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പെരുമാതുറ പെന്മ എന്ന് പറയുന്ന വനിതാ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഈ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു. ഉച്ചഭക്ഷണം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ബിരിയാണി ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു നമുക്ക് സാധാ മീൽസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ബിരിയാണി ആയിരുന്നു. അപ്പോൾ രാവിലെ പരിപ്പുവടയും ചായയും തിന്ന് അതങ്ങോട്ട് ദഹിച്ചിട്ടില്ലായിരുന്നു, കാര്യം 11 മണിക്കാണല്ലോ. അപ്പോൾ അത് 1 മണിയായപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി കിട്ടി. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ബിരിയാണി. അത് കഴിഞ്ഞ് എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നേ.
അപ്പോൾ 25-ാം തീയതി ഞായറാഴ്ച എനിക്കൊരു കല്യാണമുണ്ട്. അതിനിട്ടുകൊണ്ട് പോകാൻ ഞാനൊരു ടോപ്പ് ഓർഡർ ചെയ്തിട്ട് 10 ദിവസമായി. ഇന്ന് സെമിനാറിന് പോയപ്പോൾ അന്ന് അവിടെ കൊണ്ടു തന്നു. ഭാഗ്യത്തിന് മാടമ്പള തന്നെ ആ പയ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, കൊറിയർ പോയി. അപ്പോൾ എനിക്ക് അവിടെ കൊണ്ടു തന്നു. ഇത് നമ്മുടെ ഈ അറിഞ്ഞുകൂടാത്തവരെയും അറിയാവുന്നവരെയും തിരിച്ചിട്ടുള്ള സെക്ഷനായിരുന്നു. അപ്പോൾ എൻ്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന 2 പേർക്കാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പം അഫ്രയും അഫ്രയുടെ അനിയത്തി ദിയയും ഉണ്ടായിരുന്നു. ദിയ എൻ്റെ മോളുടെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അഫ്ര എന്ന് പറയുമ്പം അവിടെ ആ സ്കൂളിൽ തന്നെ USSൽ ആദ്യമായിട്ട് സ്കോളർഷിപ്പ് നേടുന്ന കുട്ടിയാണ്. നല്ല പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ നമ്മൾ ടെക്നോളജിയുടെ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ആയിട്ടാണ് പോയിരുന്നത്. നന്നായിട്ട് പാരന്റിംഗ് ചർച്ച ചെയ്യുന്നുണ്ട്. പാരന്റ്സിന്റെ കുറച്ച് നല്ല കാര്യങ്ങൾ കുട്ടികളെ എങ്ങനെ നോക്കണം, പാരന്റിങ് എങ്ങനെയാണെന്ന് കറക്റ്റ് സാറ് കുട്ടികളെ പഠിക്കുന്ന ടീച്ചേഴ്സൊക്കെ പറഞ്ഞു. അതൊക്കെ വളരെ ഉപകാരമുണ്ടായിരുന്നു. കർഷകനാണ് കർഷകനാണെങ്കിലും യൂട്യൂബ് എന്നൊരു സാധനം അതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് വാഴ കൃഷി അപ്പൊ സാറ് ചോദിച്ചാണ്, ഞാൻ പുറത്തൊക്കെ സാറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കൃഷി എടുത്താലും വരുമോ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ വാഴ കൃഷി എടുത്തു. ഓരോരുത്തരുടെയും ആവശ്യം അറിയാറുണ്ട്. അതിനുമുപരി നമ്മൾ ഏറ്റവും കൂടുതൽ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിന് കാരണം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഒരു പരിധി കഴിഞ്ഞാൽ പറഞ്ഞു. കാരണം ഇത് പഠിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്കിവിടെ വരാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. കാര്യം എനിക്ക് ഫോട്ടോ എടുക്കാനും കുറേ പേർക്ക് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞെടുക്കാനും വളരെയധികം സാധിച്ചു. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ പാരന്റിങ്ങിനെ കുറിച്ച് കുറേ കാര്യം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് പിന്നെ 3 വയസ്സ് മുതൽ സ്ക്രീൻ 3 വയസ്സ് 1 വയസ്സ് മുതൽ 3 വയസ്സുള്ളവർക്ക് സ്ക്രീൻ ടൈം അത് നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ അവരുടെ കൂടെ നിൽക്കണമെന്ന് വരെ എന്നെ. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അനുഭവമായിരുന്നു എല്ലാവരും പറഞ്ഞത്. ഇപ്പോൾ ഇതൊന്ന് സംസാരിക്കുന്നതാണ് ദിയ, എൻ്റെ മോളുടെ ക്ലാസ്മേറ്റ് ആണ്. അവിടത്തേക്ക് വരാനായിട്ട് പറഞ്ഞപ്പോഴത്തെ പലരും മണി കാണിച്ചു. പക്ഷേ ഞാനത് മുന്നിട്ട് ഇറങ്ങി. ക്ലാസ് എനിക്ക് വളരെ സന്തോഷമായി. വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കർഷകനുണ്ടെന്ന് പറഞ്ഞു. അത് യൂട്യൂബിൽ തന്നെയാണ് ഒരുപാട് കർഷകർ മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കീടനാശിനി എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഞാൻ അത് കണ്ടിട്ട് ചെറിയ കൃഷി ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിൽ. എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആൾക്കാരുടെ ഒരു പച്ചമുളകാണെങ്കിൽ 5 എണ്ണം കൊടുക്കുമ്പോൾ അതിലൊരു സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. ഇനി ഇതിലുള്ള ക്ലാസ്സുകൾ പഠിക്കാൻ ഒരു കർഷകനാണ് പഠിപ്പിച്ചെടുത്തത്. ആ അങ്കിളിനാണ് പഠിപ്പിച്ചെടുത്തത്. അപ്പൊ ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പഠിപ്പിച്ചെടുത്തത്. അതുപോലെ യൂട്യൂബിൽ ഒരുപാട് കർഷകർ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു, അവർ കൃഷി ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് ഹാപ്പിനെസ് ഉണ്ടാവും. ആ ഹാപ്പിനെസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ സംസാരിച്ചതാണ് അഫ്രക്കുട്ടി. USS സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഈ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് സ്കോളർഷിപ്പ് നേടുന്ന കുട്ടിയാണ്. ക്ലാസ് ടോപ്പറായിരുന്നു, സ്കൂൾ ലീഡറായിരുന്നു. അഫ്രയുടെ അനിയത്തിയാണ് ദിയക്കുട്ടി. നമ്മുടെ സ്കൂളിൻ്റെ ഓൾ ഇൻ ഓളായ അൻസർക്കേരെ മക്കളാണ് 2 പേരും. പിന്നെ അനീസ ടീച്ചറിൻ്റെ സെക്ഷനായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് ഈ പറയുന്ന പോലെ കടൽ പോലെ കിടക്കുന്ന ഒരു തുള്ളിയായിട്ടുള്ളൂ, ഒരു തുള്ളി പോലും ആയിട്ട്. അപ്പോൾ അനീസ ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദിയക്കുട്ടിയും അഫ്രക്കുട്ടിയെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. ഇവരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ യൂട്യൂബ് ചാനലിന് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയാൻ ഒരു മടിയില്ലാത്ത സ്റ്റാഫുകളാണ്, ടീച്ചേഴ്സാണ് നമുക്ക് മാടമ്പള സ്കൂളിനുള്ളത്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് UPSൽ ഞാനിവിടെ സ്കൂൾ ലീഡറായിരുന്നു. അന്ന് മുതൽ എനിക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹവും, പക്ഷേ അന്നത്തെ പല ടീച്ചേഴ്സും മാറി, ഇപ്പോൾ പുതിയ ടീച്ചേഴ്സാണ്. പക്ഷേ അന്ന് മുതൽ നമ്മുടെ സ്കൂളിൽ നല്ല സ്കൂളായിരുന്നു, ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം ഇവിടുത്തെ ഇപ്പോഴത്തെ HM മിനി ടീച്ചറെ പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചാണ്. ടീച്ചറൊക്കെ എന്ത് സപ്പോർട്ടാണെന്ന് അറിയാമോ. എൻ്റെ യൂട്യൂബ് ചാനലിന് എനിക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ സ്കൂളിൽ നിന്നാണ് കിട്ടുന്നത്. എൻ്റെ മോക്കും ആ ഒരു അപ്രിസിയേഷൻ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് ഇവിടെ ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ വൈകുന്നേരം നമുക്കവിടെ ഉഴുന്നുവടയും ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അനീസ ടീച്ചർ പറഞ്ഞു അവിടെ അവരുടെ കൃഷിത്തോട്ടം ഉണ്ട്, അതും കൂടി ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞു. ചീര, ആട്ടുംകാട്ടം, തക്കാളി വെച്ച് 2 തക്കാളി ഓക്കെ തുടങ്ങിയിട്ടുണ്ടായില്ല.
അവിടെ നമുക്ക് ഫീഡ്ബാക്ക് ഫോറം പൂരിപ്പിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൂരിപ്പിച്ചു കൊടുത്തു. അപ്പോൾ സർട്ടിഫിക്കറ്റും മേടിച്ച് ചായയും കുടിച്ചിട്ട് പോയാൽ പോരാ, എല്ലാവരും നിന്ന് ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സന്തോഷമായിട്ട് പോകണമെന്ന് പറഞ്ഞു. എത്ര പേര് പങ്കെടുത്തിട്ടുണ്ടെന്ന് അവർക്ക് അറിയണമല്ലോ. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള 3 ആൻറ്റിമാർ നിന്ന് ഫോട്ടോയും കൂടെ എടുക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പിരിഞ്ഞു കേട്ടോ. മാഡത്തിൻ്റെ പേര് പറയാമോ? സജിത ബഷീർ, എന്താണ് മാഡത്തിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ BMF. പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഇനിയും തുടർന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു, എല്ലാവരും പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വ്ളോഗോ റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ.